പൃഥ്വിരാജ് നായകനായി വൈശാഖ് സംവിധാനം ചെയ്തെത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഖലീഫ. അതെ, സിനിമയുടെ 6-ാം ദിനമായ ആദ്യത്തെ ചൊവ്വാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ നോക്കുന്നതിന് മുമ്പ് സിനിമയുടെ ആദ്യത്തെ 5 ദിവസത്തെ സിനിമയുടെ ആദ്യത്തെ 5 ദിവസത്തെ കളക്ഷൻ നോക്കുന്ന സമയത്ത് സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഇന്നലെ സിനിമയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് കളക്ഷനിൽ ഇടിവ് തന്നെയാണ്. അതെ, സിനിമയ്ക്ക് ഇന്നലെ തിങ്കളാഴ്ച കളക്ഷനിൽ നല്ലൊരു ഇടിവ് തന്നെ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക് വർക്കിംഗ് ഡേയ്സിൽ വന്നാൽ തീർച്ചയായിട്ടും സിനിമയ്ക്ക് കളക്ഷനിൽ ഇടിവ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നടന്നിരിക്കും. സിനിമയ്ക്ക് തിങ്കളാഴ്ച കളക്ഷൻ നല്ല രീതിയിൽ ഇടിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം നമ്മൾ ഞായറാഴ്ച ദിവസം സിനിമയ്ക്ക് 1,30,00,000 രൂപയോളം വില കളക്ഷൻ സിനിമയ്ക്ക് കേരള ട്രാക്കിംഗ് വന്നപ്പോൾ സിനിമയ്ക്ക് ഇന്നലെ കേരള ട്രാക്കിംഗ് മാത്രമായി വന്നത് 60 ലക്ഷം രൂപയോളമാണ്. അതായത് സിനിമയ്ക്ക് 60% എന്താ പറയുക, സിനിമയ്ക്ക് ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. അതായത് ഞായറാഴ്ച ദിവസം 1,30,00,000 രൂപയോളം ഉണ്ടായിരുന്ന സിനിമയ്ക്ക് തിങ്കളാഴ്ച ദിവസം, അതായത് ആദ്യത്തെ വർക്കിംഗ് ഡേയ്സിലേക്ക് കടക്കുന്ന സമയത്ത് വെറും 60 ലക്ഷം ട്രാക്കിംഗ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ സിനിമയ്ക്ക് ഇന്നലെ സിനിമയ്ക്ക് 1 കോടി രൂപയോളമാണ് ഇന്നലെ സിനിമയുടെ കേരള കളക്ഷൻ എന്ന് പറയുന്നത്. ഇന്നലെ സിനിമയുടെ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന 2 കോടിക്ക് അടുത്തുള്ള കളക്ഷനാണ്. 1,70,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്നലെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സിനിമയുടെ ആകെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുന്ന സമയത്ത് സിനിമയ്ക്ക് ആകെ 4 ദിവസം സിനിമയുടെ കേരള കളക്ഷൻ 12 കോടി രൂപയോളമാണ് സിനിമയുടെ ആകെ 4 ദിവസത്തെ കേരള കളക്ഷൻ പറഞ്ഞത്. സിനിമയുടെ ആകെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞത് ഏകദേശം 30 കോടി രൂപയോളമാണ്. അത് 30 കോടി രൂപയോളമാണ് സിനിമയുടെ ആകെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. ഇനി സിനിമയുടെ ഇന്നലത്തെ 5-ാമത്തെ ദിവസത്തെ കളക്ഷനോട് കൂടി ഇന്നലെ സിനിമയ്ക്ക് ആകെ കേരളത്തിൽ ലഭിച്ചത് 1 കോടി രൂപയോളമായിരുന്നു. അങ്ങനെ സിനിമയുടെ ആകെ ടോട്ടൽ കേരള കളക്ഷൻ 13 കോടി രൂപയോളം എത്തിയിരിക്കുകയാണ്. ഇനി ഇന്നലത്തെ വേൾഡ് വൈഡ് കളക്ഷനോട് കൂടി സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അത്ര ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടൊന്നുമില്ല. സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാലും ട്രാക്കേഴ്സ് മുഖേനയുള്ള നമ്മുടെ ഒരു അഭിപ്രായങ്ങൾ വെച്ച് സിനിമയ്ക്ക് 32 കോടി രൂപയോളമാണ് സിനിമയുടെ ആകെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ വെറും 5 ദിവസം കൊണ്ട് സിനിമ നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിനിമയ്ക്ക് ഇത് മികച്ചൊരു കളക്ഷനാണ് ദോഷം തീർച്ചയായിട്ടും അല്ല. കാരണം സിനിമയുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സിനിമയ്ക്ക് ഇത് വളരെ മോശമായിട്ടുള്ളൊരു കളക്ഷൻ തന്നെയാണ്. എന്തായാലും സിനിമ ഇനി എത്രത്തോളം കളക്ഷൻ എടുക്കണം കണ്ടറിയാൻ ചെയ്യാം. ഇനി ഇന്നത്തെ സിനിമയുടെ അവസ്ഥ നോക്കുന്ന സമയത്ത് ഇന്ന് സിനിമയ്ക്ക് നമ്മൾ രാവിലെ വരെയുള്ള ഒരു ട്രാക്കിംഗ് നോക്കുന്ന സമയത്ത് 20 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ ട്രാക്കിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്നും കളക്ഷന് ചെറിയൊരു ഡിവ് നമുക്ക് പ്രതീക്ഷിക്കുകയാണ്. കാരണം നിവിൻ പോളിയുടെ സിനിമ ഇപ്പോൾ റൺ ചെയ്തിട്ടുണ്ട്. കാരണം സിനിമ 100 കോടിയിലേക്ക് എത്താൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ സിനിമ 80-90 കോടി റേഞ്ച് എത്തിയിരിക്കും. ഇതോടുകൂടി സിനിമ 100 കോടി എടുക്കുന്ന പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഖലീഫ സിനിമയ്ക്ക് നല്ലൊരു എന്താ പറയുക കളക്ഷൻ ഇടിവ് എഫക്റ്റ് ചെയ്യും. കാരണം ആ സിനിമയ്ക്ക് നല്ലൊരു പോസിറ്റീവ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഖലീഫ മൂവി അത് ബാധിക്കുന്ന കാര്യത്തിൽ നമ്മൾ സംശയമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഇന്നും സിനിമയ്ക്ക് ഖലീഫയ്ക്ക് നല്ലൊരു കളക്ഷൻ ഇടിവ് സംഭവിക്കും. കാരണം ഇന്നൊരു 50 ലക്ഷം രൂപയോളമാണ് നമുക്ക് ട്രാക്കിംഗ് ആയി എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് 1 കോടി ഗ്രോസും സിനിമയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്, നമുക്ക് സംശയം പറയാൻ സാധിക്കും. അപ്പോൾ സിനിമ ഇന്ന് നമുക്ക് കേരളത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത് 50 ലക്ഷം ട്രാക്കിങ്ങും കേരള കളക്ഷൻ മാത്രം 90 ലക്ഷം 95 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ആയിട്ട് 1.5 കോടി രൂപയോളമാണ് നമുക്ക് ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 33 കോടി രൂപ എത്തുന്നതായിരിക്കും. കേരള കളക്ഷൻ 13,90,00,000 റേഞ്ചിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സിനിമ ഇനി 50 കോടി ക്ലബ്ബിൽ എത്തുമ്പോൾ 40 കോടി ക്ലബ്ബ് നമുക്ക് കണ്ടറിയാൻ ചെയ്യാം. കാരണം ഈ സിനിമ എത്രത്തോളം കളക്ഷൻ എടുക്കും നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കില്ല. സിനിമയ്ക്ക് അത്യാവശ്യം 40 കോടി 50 കോടി റേഞ്ചിൽ ബഡ്ജറ്റുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും സിനിമ എത്രത്തോളം കളക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ നമുക്ക് സംശയമാണ്. എന്തായാലും സിനിമ ഈ ഓണക്കാലത്ത് എത്രത്തോളം കളക്ഷൻ എടുക്കുമ്പോൾ കണ്ടറിയാൻ ചെയ്യാം. ഇനിയും സിനിമ സ്കൂൾ തുറക്കാനായാലും മറ്റു ഓണം ചെയ്യാനായാലും ഒരു 10-15 ദിവസം കൂടി ഇന്ന് സിനിമയ്ക്ക് ഉണ്ട്. ഐ എം ഗെയിം ദുൽഖറിൻ്റെ പടം കൂടി റിലീസ് ആവാനുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഇതിൻ്റെ സിനിമ എത്രത്തോളം കളക്ഷൻ എടുക്കും നമുക്ക് കണ്ടറിയാൻ ചെയ്യാം. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടറിയാൻ നിങ്ങൾ എപ്പോഴും തീർച്ചയായും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്ത വീണ്ടും കാണാം. ബൈ.